എന്താണ് മാർക്കറ്റിങ്ങിൽ എഫ് ഫാക്ടർ? എഫ് ഫാക്ടർ അറിയാത്തത് കൊണ്ട് മാത്രം നമ്മളെ പലരും പറഞ്ഞു പറ്റിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഈ കണ്ടൻറ്റ് ചെയ്യാം, ഈ യൂട്യൂബിൽ ഈ കണ്ടൻറ്റ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ എഫ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, അതെങ്ങനെയാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ബിസിനസ്സിലും ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കറിയാം, ലോകത്തിലെ ആദ്യത്തെ ആട് മുതൽ ഇങ്ങോട്ട് അഡ്വർടൈസ്മെൻറ്റിന് ഒരേ സ്വഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ ആട് എന്തായിരുന്നു? മെസോപ്പൊട്ടേമിയയിൽ ഉണ്ടായിരുന്ന ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ ആട് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു ബുട്ടീക്കിലെ ഒരു നല്ലവനായ ഒരു തൊഴിലാളി ഒളിച്ചോടിയപ്പോൾ അതിൻ്റെ മുതലാളി കൊടുത്തതാണ് ലോകത്തിലെ ആദ്യത്തെ പരസ്യം. അന്നത്തെ പരസ്യത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, ഈ നഗരത്തിലെ ഏറ്റവും നല്ല ടൈലറിങ് ഷോപ്പായ എൻ്റെ ഷോപ്പിലെ നല്ലവനായ അടിമ ഒളിച്ചോടി, അയാളെ കണ്ടെത്തി എൻ്റെ ഷോപ്പിൽ വന്ന് വിവരം തരുന്നവർക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനം തരും എന്നായിരുന്നു പരസ്യം. ഇതേ ഗോൾഡ് കോയിൻ സമ്മാനമാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ ഓണം മാർക്കറ്റിങ്ങിലും കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരസ്യം എന്ന് പറയുന്നത് ഒരുപാട് മാറി എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ യുഗത്തിലും ആദ്യത്തെ പരസ്യവും ഇപ്പോഴത്തെ പരസ്യവും ഒരുപോലെയാകുന്നത്? അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ മനുഷ്യൻ മാറുന്നില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നത് ഒരു കസ്റ്റമർ കാണുമെങ്കിൽ ആ കസ്റ്റമർ ഒരു മനുഷ്യനായതുകൊണ്ട് ആ മനുഷ്യനോട് റിലേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു ജോലിയാണ് ഓരോ മാർക്കറ്റിങ്ങിലൂടെയും ചെയ്യേണ്ടത്. അപ്പോൾ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുകയാണ് പരസ്യങ്ങളുടെ പ്രാഥമികമായൊരു ഉത്തരവാദിത്തം എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ സ്റ്റോറി ടെല്ലിംഗ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് തന്ത്രമായി മാറുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ഡിജിറ്റൽ തുടങ്ങിയ 1990കളിൽ ഡിജിറ്റൽ വിപ്ലവത്തിന് ശേഷമാണ് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും പ്രസിദ്ധമെന്ന് നമുക്ക് വളരെ പഴക്കമുള്ളത് എന്ന് തോന്നുന്ന റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് എന്ന വാക്ക് മാർക്കറ്റിങ്ങിൻ്റെ നിഘണ്ടുവിലേക്കോ ഗ്ലോസറിയിലേക്കോ വരുന്നത്. മാർക്കറ്റിംഗ് എന്ന പദത്തിന് തന്നെ വലിയ ഒരു 100 വർഷത്തെ പഴക്കമേ ഉള്ളൂ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വാക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കപ്പെടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്തരത്തിൽ 1990കളിൽ ഡിജിറ്റൽ വിപ്ലവങ്ങൾ തുടങ്ങിയതിന് ശേഷം എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വലിയൊരു ടേമായി മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത് എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിജിറ്റലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാ റിലേഷനുകളും മൊബൈൽ സ്ക്രീനുകളിലേക്ക് ഒതുങ്ങിക്കൊണ്ട് നിന്നിരുന്ന ഒരു കാലത്ത് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ് വളരെ വ്യത്യസ്തമായ, വളരെ ശക്തിയോടുകൂടി നമ്മളുടെ മാർക്കറ്റിംഗ് ഗ്ലോസറിയിലേക്ക് കയറി വന്നത്? അതിന് നമുക്ക് 4 കാരണങ്ങൾ കാണാൻ കഴിയും. ഒരു കസ്റ്റമർ അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 എഫുകൾ, ഇതാണ് എഫ് ഫാക്ടർ ഓഫ് ഗ്രോത്ത് എന്നെനിക്ക് പറയാൻ പറ്റും. ഈ 4 ഇത് വളരെ പ്രസിദ്ധമായ പല തിയറികളിലും പല മാർക്കറ്റിംഗ് പഠനങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല മാർക്കറ്റിംഗ് പഠനങ്ങളും നമുക്ക് അറിയാവുന്നതാണ്. ഫ്രണ്ട്സ്, ഫാമിലി, ഫാൻസ്, ഫോളോവേഴ്സ്. ഈ 4 പേര്, 4 എഫുകൾ, ഐ റിപ്പീറ്റ്, ഫ്രണ്ട്സ്, ഫാമിലി, ഫാൻസ്, ഫോളോവേഴ്സ്. ഈ 4 എഫുകളെ നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഓട്ടോമാറ്റിക്കലായി കസ്റ്റമർ വാങ്ങും എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വളരെ വ്യത്യസ്തമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഡിജിറ്റൽ മീഡിയയുടെ ഒരു കാലത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫാൻസ് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മുടെ ബിസിനസ് വളർന്നോണമെന്നില്ല. ഇവിടെയാണ് നമ്മളുടെ ഒരു കൃത്യമായ റേഷ്യോ കീപ്പ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. അപ്പോൾ ഈ ലവേഴ്സ് വേഴ്സസ് ഹെയ്റ്റേഴ്സ് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ മക്ഡൊണാൾഡ് പോലെ ഒരു ബ്രാൻഡ്, ലോകത്തിലെ പ്രസിദ്ധമായ മക്ഡൊണാൾഡ്സ് പോലെ ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രാൻഡിൻ്റെ ടോട്ടൽ ഫോളോവേഴ്സിൻ്റെ 33% മാത്രമാണ് ലവേഴ്സ്. ബാക്കിയുള്ളവർ ഒന്നല്ലെങ്കിൽ ന്യൂട്രലോ അല്ലെങ്കിൽ ഹെയ്റ്റേഴ്സാണ്. 29% ഹെയ്റ്റേഴ്സ് ഉണ്ട് മാക്ഡൊണാൾഡ്സ് പോലത്തെ ബ്രാൻഡിന്. പക്ഷേ ഇന്ന് അത് ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ട് ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഈ ഹെയ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ഡിസ്കഷൻസ് ഈ ബ്രാൻഡിൻ്റെ മെൻഷൻ കൂട്ടുകയും അതിൻ്റെ റീച്ച് കൂട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്റ്റാർബക്സ് ഒരു സിമിലർ എക്സാമ്പിളാണ്. 30% ആളുകൾ സ്നേഹിക്കുകയും 23% ആളുകൾ വെറുക്കുകയും ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സ്റ്റാർബക്സ് എന്ന് സോഷ്യൽ മീഡിയ കമൻറ്റുകൾ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ വളരും എന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ വെറുക്കുന്നവരും ഉണ്ടാവണം. നിങ്ങളെ വെറുക്കുന്നവർ കൂടുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവർ റിയാക്റ്റ് ചെയ്യും. നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശം പറഞ്ഞാൽ അതിനെ നിങ്ങളെ സ്നേഹിക്കുന്നവർ റിയാക്റ്റ് ചെയ്യും. ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷനായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി ബ്രാൻഡിൻ്റെ റീച്ച് കൂട്ടുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതേപോലെ തന്നെയാണ് ഞാനൊരു പ്രണയ കഥ പറയാം. അടുത്ത ഒരു ക്രിട്ടിക്കലായിട്ട് മാർക്കറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് 5 A's.
അപ്പം ഞാനതിനെ ഈ 5A ഒരു റൊമാൻറ്റിക് സ്റ്റോറി ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന ഒരാളാണ്, നിങ്ങളൊരു പെൺകുട്ടിയെ കാണുന്നു, ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് പ്രണയം തോന്നുന്നു. ഇവിടെ നിങ്ങൾ ഇനി എന്താണ് നിങ്ങൾ ആ പെൺകുട്ടിയെ എങ്ങനെയാണ് നിങ്ങൾ ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്ത് ജയിക്കുക എന്നൊരു സ്റ്റോറി നമുക്കൊന്ന് നോക്കാം. നമ്മൾ ആ പെൺകുട്ടിയെ കാണുന്നു, പിന്നീട് സ്ഥിരമായി നമ്മൾ ആ പെൺകുട്ടിയെ കാണാനായിട്ടുള്ള ശ്രമം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ആ പെൺകുട്ടി നിങ്ങളെ തിരിച്ചറിയണം. ആ സ്റ്റേജിനെയാണ് ആദ്യത്തെ അഥവാ അവെയർനെസ് എന്ന് പറയുന്നത്. ഈ പെൺകുട്ടിയെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഈ പെൺകുട്ടി എല്ലാ ദിവസവും രാവിലെ ഇരിക്കുന്ന ക്ലാസ് ബെഞ്ച് റൂമിൽ നമ്മൾ പോകും, അല്ലെങ്കിൽ ഈ പെൺകുട്ടി കയറുന്ന ബസ്സിൽ നമ്മൾ കയറും. അങ്ങനെ ഈ പെൺകുട്ടി എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ നമ്മൾ എത്തുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവെയർനെസ്, അതാണ് ആദ്യത്തെ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവെയർനെസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അവർ ഒരുപാട് പേരെ കാണുന്നുണ്ട്. ഇനി ആ പെൺകുട്ടി അപ്പീൽ ചെയ്യണം, അതാണ് രണ്ടാമത്തെ അപ്പീൽ. ആ പെൺകുട്ടി നമ്മളെ ഇഷ്ടപ്പെടണം. അപ്പം നമ്മൾ നല്ല ഡ്രസ്സ് ഇടും, നമ്മൾ ഹൂഡിയുള്ള ടീഷർട്ട് ഇടും, നമ്മൾ നല്ല ഷൂ ഇടും. അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു അപ്പീലുണ്ട്. ഇങ്ങനെ നമ്മൾ കുറേ ദിവസമായി ആ പെൺകുട്ടിയെ ആകർഷിക്കാൻ തുടങ്ങിയാൽ ആ പെൺകുട്ടി സ്വാഭാവികമായി ആ പെൺകുട്ടിയുടെ ഫ്രണ്ടിനോട് നിങ്ങളെക്കുറിച്ച് ചോദിക്കും. ഓക്കെ, അതിനെയാണ് ആസ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത ആൾ ചോദിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങളുടെ കസ്റ്റമർ കൺവേർഷൻ സാധ്യത കൂടും. അതാണ് ആസ്ക് എന്ന സ്റ്റേജ്. ഇനിയുള്ളൊരു സ്റ്റേജ് ആക്ട് എന്നൊരു സ്റ്റേജാണ്. ഈ സ്റ്റേജിൽ നിങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും പോയിട്ട് ആ പെൺകുട്ടിയോട് ഐ ലവ് യു എന്ന് പറയണം. അപ്പോൾ നിങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ 4 സ്റ്റേജുകളിലൂടെ കടന്നിട്ടാണ് നിങ്ങൾ ഈ പ്രണയം പറയുന്നത്. ഓക്കെ, അപ്പോൾ പെൺകുട്ടി ആ സമയം കൊണ്ട് തന്നെ വീണിട്ടുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി എന്തായാലും എന്ത് ചെയ്യും, നിങ്ങളോട് നിങ്ങളുടെ പ്രപ്പോസൽ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പെൺകുട്ടിയെ പോലെയാണ് ഓരോ കസ്റ്റമറും. ആ കസ്റ്റമറെ നിങ്ങൾ അവെയർനെസ് കൊടുത്ത് അവരെ അപ്പീൽ ചെയ്യിച്ച് അവരെ കൊണ്ട് ആസ്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആക്ട് ചെയ്യണം. നിങ്ങളൊരു ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഇറക്കണം, നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഓഫർ കൊടുക്കണം, നിങ്ങളുടെ പ്രൊഡക്റ്റിന് അഡ്വർടൈസിങ് ചെയ്യണം. ഇതിന് പകരം പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്, ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഈ ആക്റ്റാണ്. നമ്മൾ ആദ്യം ലീഡ് ജനറേഷൻ കൊടുക്കും, പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഈ ആദ്യത്തെ 3 സ്റ്റേജ് ചെയ്യുന്നില്ല. ഈ ആക്ട് ചെയ്യുന്നതിൽ തീരുന്നില്ല. അടുത്തതാണ് 5A 5ാമത്തെ, അതായത് അഡ്വക്കസി. ഈ അഡ്വക്കസിയിൽ ഞാൻ സിമ്പിളായി പറയുകയാണെങ്കിൽ പ്രണയകഥയുടെ എൻഡ് പറയാം. ഈ പെൺകുട്ടിയായിട്ട് നിങ്ങൾ പ്രണയത്തിലാവുന്നു. നിങ്ങളൊരു പാട്ടുകാരനാണ്, അത്രയും കാലം പരാജയപ്പെട്ടു പോയ ഒരു പാട്ടുകാരനാണ് നിങ്ങളെന്ന് വെക്കുക. ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു സ്റ്റുഡിയോ നടത്തുന്ന വളരെ പ്രസിദ്ധനായൊരു മ്യൂസീഷ്യനാണ് എങ്കിൽ നിങ്ങളുടെ പാട്ട് അവർ ലോകപ്രസിദ്ധമായ ഒരു ആൽബമാക്കി ഇറക്കും. അപ്പോൾ ഈ പെൺകുട്ടി പോയിട്ട് പറഞ്ഞോളും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടി ഒരു അഡ്വക്കസി നടത്തും. ഇതേപോലെയാണ് നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ അപ്പീൽ ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒടുവിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അഡ്വക്കസി ചെയ്യും. സോ ഈ 5A നിങ്ങൾ മറക്കരുത്. എന്ത് മാർക്കറ്റിങ്ങിന് പോകുമ്പോഴും ഈ 5A മറക്കാതിരിക്കുക. അവെയർനെസ്, അപ്പീൽ, ആസ്ക്, ആക്ട്, അഡ്വക്കസി. ഈ 5Aയിലൂടെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായൊരു വളർച്ച ഉണ്ടാവും. ഇതേപോലെ മറ്റൊരു സൈഡ് നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ മോഡേൺ ഡിജിറ്റൽ ഏജിലെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീഡിയ മിക്സാണ്. ഓക്കെ, ഇതൊരുപാട് പേര് ചർച്ച ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഈ ഓൺഡ് ആൻഡ് പെയ്ഡ് മീഡിയ, ഈ 3 മീഡിയയിൽ സത്യത്തിൽ ഏതു മീഡിയയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഓൺഡ് മീഡിയ നമുക്കറിയാം, നമ്മളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പേജിൽ നമ്മൾ ഒരുപാട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് റീച്ച് എത്തുന്നുണ്ട്, നമ്മളെക്കുറിച്ച് ആളുകൾ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ പെയ്ഡ് മീഡിയയിലൂടെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഏൺഡ് മീഡിയ സ്പേസ് നേടുന്നുണ്ട്? ഇതിനെയാണ് നമ്മൾ പഴയ ഭാഷയിൽ ഒരുപക്ഷെ PR എന്ന് പറയുന്നത്. ഈ ഏൺഡ് മീഡിയ സ്പേസിലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോഡേൺ കോണ്ടംപററി മാർക്കറ്റിങ്ങിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ എങ്ങനെയാണ് ഈ പ്രോസസ്സ്, ഈ 5A ആയാലും ഈ ഏൺഡ് മീഡിയ ഇമ്പ്രൂവ്മെൻ്റ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഒരു സിമ്പിളായിട്ടുള്ള ഒരൊറ്റ പോയിൻറ്റിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ കസ്റ്റമറെയും വീണ്ടും വീണ്ടും ടച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രോസസ് ഫ്ലോ സെറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ പ്രോസസ് ഫ്ലോ സെറ്റ് ചെയ്യുന്നതിന് നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക. നിങ്ങൾ ഒരു കസ്റ്റമറെ ഒരു വട്ടം ടച്ച് ചെയ്തതുകൊണ്ട് ആ കസ്റ്റമർ ഒരിക്കലും നിങ്ങളുടെ കസ്റ്റമർ ആവുന്നില്ല. പകരം നിങ്ങൾ അതേ കസ്റ്റമറെ 25 വട്ടം, 50 വട്ടം, 100 വട്ടം ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നിങ്ങളുടെ ബ്രാൻഡ് അവെയർനെസ് കൂടുകയും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ബ്രാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അപ്പം എങ്ങനെയാണ് ഈ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്.